പായിപ്പാട് പള്ളിയിൽ ഇന്നലെ മുതൽ ഇന്ന് രാത്രി വരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടവര്, പലതും കണ്ടവര്, 7ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ് പഠിച്ചവനെ 9 വയസ്സായപ്പോ 7 വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. 9ാമത്തെ വയസ്സിൽ ഹാഫിളായ പൊന്നുമകളാട് പഠിച്ചവന് ഗെയിം കളിച്ച് നടക്കേണ്ട പ്രായത്തിലുള്ള പൊന്നുമോളാട്. അല്ലാഹുവേ, ഇവിടെ വന്ന് ഫസ്റ്റ് പ്രൈസ് 1 പവൻ സ്വർണവും വാങ്ങി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലിരുന്ന് ഖുർആൻ ഓതിയിട്ട് ഇറങ്ങിപ്പോയത്. ഇതിനെക്കാരും ഇനി ഒരു ഉപദേശവും എനിക്ക് തരാനില്ലടോ. അത് കണ്ടിട്ട് നിന്റെ മനസ്സ് തുറക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഒരു മകള് പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. 7ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ തുടങ്ങുകയും 9ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയും ചെയ്ത ഹാഫിളത്തായ ഒരു പൊന്നുമോള് ഇന്ന് നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞൊരു മകളാണല്ലോ. നമ്മുടെ മക്കൾക്കൊക്കെ അത് മാതൃകയാകാൻ അതൊരു കാരണം കൂടെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹുസ്ന ഫാത്തിമ എന്ന് പറയുന്ന ആ പൊന്നുമോള് ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് ഖുർആൻ ഓതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا ذرية من حملنا مع نوح إنه كان عبدا شكورا. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. إن أحسنتم لأنفسكم وإن أسأتم فلها. فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. صدق الله العظيم.
പടച്ചവനെ ഖുർആനിനെ ആദരിക്കുന്ന ഒരു നാടാടോ. അതിന് ഏറ്റവും വലിയ തെളിബന്ധം എന്നറിയുമോ? പടച്ചവനെ ഷാജി അണ്ണന്റെ മകൻ എരിമേലിയിൽ ഹാഫിളാകുന്ന ദിവസം അല്ലാ ആ സദസ് കണ്ടാ മനസ്സിലാകുമടോ. ആ സദസ് കണ്ടാൽ പടച്ചവനെ എത്രത്തോളം ഒരു ഹാഫിളിന്റെ പദവി എന്താണെന്ന് മനസ്സിലാവുകയാണ്. ഈ പള്ളിയിലെ സർവ്വ ഉസ്താദന്മാരുമുണ്ട്. ഞാനുണ്ട്, സലീം ഉസ്താദുണ്ട്, ആരിഫ് ഉസ്താദുണ്ട്, സമദ് ഉസ്താദുണ്ട്. എല്ലാ ഉസ്താദന്മാരും ആ മജ്‌ലിസിലുണ്ട്. അത് മാത്രമല്ല ഈ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ പല കമ്മിറ്റിക്കാരും പടച്ചവനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മഹല്ലിൽ ആദ്യത്തെ ഹാഫിളായ ചെറുപ്പക്കാരൻ ആ പൊന്നുമോന് ഹാഫിളാകുന്ന മജ്‌ലിസില് എന്തൊരാദരവെന്നറിയുമോ? അവൻ അതിനേക്കാളും വലിയ ഒരു ഭാഗ്യം കിട്ടാനില്ല. അല്ലാഹുവേ, മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ തമ്പുരാന്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉമ്മമാരോട് പറയുകയാണ്, ഉമ്മാ നിനക്കും അല്ലാഹു മക്കളെ തന്നിട്ടില്ലേ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്ന ഖുർആനാണ് ഓതുന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകണം. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോഴാണ് ലോകത്ത് ഒരുപാട് പേര് നന്നായത്. ലോകത്ത് ഒരുപാട് പേര് നന്നായത് പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞു ജനങ്ങൾ മുഴുവനും എഴുതി തെള്ളിയ ഒരുപാട് പേര് നന്നായത് ഖുർആൻ കേട്ടിട്ടാ. നമ്മുടെ മദീനത്ത് പോകുന്നവരാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ പടച്ചവനെ വരി വരിയായി നിന്ന് അതാ പടച്ചവനേതാ ബാബു ജിബ്രീലിന്റെ ഭാഗത്തുകൂടെ നമ്മൾ നടന്ന് നബി തങ്ങളുടെ റൗളയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമല്ലോ. പച്ചക്കുബ്ബയുടെ അടിത്തട്ടിൽ കടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് സലാം പറയുമല്ലോ. രണ്ടാമത് പറയുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സലാം പറയുമല്ലോ. മൂന്നാമത് പറയുന്നത് ആരോടാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളോട് സലാം പറയുമല്ലോ. ഉമർ ആരാണെന്നറിയുമോ? ആ ഉമറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാന പ്രവാചകനാണ്. ആ പ്രവാചകന് ശേഷം വേറെ ഒരു നബിയില്ല. എന്നിട്ടും നബി തങ്ങൾ പറഞ്ഞ ലൗകാന ബഅദി നബിയൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പ്രവാചകനാകാനുള്ള യോഗ്യത ഉമറിനുണ്ടായിരുന്നു. ഉമർ ഒരു പ്രവാചകനാകാനുള്ള അർഹതയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് ആരെന്നറിയുമോ? ആ ഖത്താബിന്റെ മകൻ ഉമറിനൊരു ഒരു ഭയാനകമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പടച്ചവനെ, ഉമർ എന്ന് പറഞ്ഞാൽ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഭയന്നു പോയിരുന്ന ഉമറിന്റെ ജീവിതം നമ്മൾ പഠിക്കണം സഹോദരാ. അധപ്പതനത്തിന്റെ അടിത്തട്ടിലൂടെ നടന്നുപോയ മനുഷ്യനാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ഉമർ തങ്ങളുടെ അയൽവാസിയുടെ വാക്കു മാത്രം മതിയടോ. ഉമറിന്റെ അയൽവാസിയുടെ വാക്കു മാത്രം മതി. ഒരാളോട്, ഉമറിന്റെ അയൽവാസിയോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. എന്താണ് അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കെട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ ഞാൻ തയ്യാറോ. എന്നാൽ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഉമറാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ശബ്ദമെടുക്കുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കാതെ തിരിച്ചു വരൂല, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലുമെന്ന് അവിടെ നിന്ന് പടച്ചവനെ ശപഥം ചെയ്തിട്ട് അതാ നബി തങ്ങളെ കൊല്ലാ പോവുകയാ. അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാ പോവുകയാ. അങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ പറഞ്ഞു, ഉമറേ എവിടെ പോവുകയാണ്? പുതിയ മതവുമായിട്ട് കടന്നു വന്ന മുഹമ്മദിനെ കൊല്ലാ പോവുകയാണ്. ഇനി അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കൂല. നമ്മളുടെ മതങ്ങളെയെല്ലാം അവൻ മോശമാക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ ആ ചോദിച്ച മനുഷ്യൻ പറഞ്ഞു, ഉമറേ
ആദ്യം പോയിട്ട് വീട് നന്നാക്കടാ. നിന്റെ സഹോദരിയായ ഫാത്തിമ മുസ്ലിമായിരിക്കുകയാണ്. നീ ആദ്യം പോയി നിന്റെ കുടുംബം നേരെയാക്ക്. ഉമറിന് വല്ലാത്ത നാണക്കേടായി. അതാ ഉരിപ്പിടിച്ച വാളുമായി ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ തന്റെ ഭർത്താവിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉമർ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി പടച്ചവനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മൂക്കിലൂടെ മുഖത്തുകൂടെ രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമറിന്റെ കൈകാലുകളും വിറയ്ക്കുകയാണ്. ഒന്ന് പതറിപ്പോയടോ, ഒന്ന് പതറിപ്പോയടോ. അതാ ഉമർ തന്റെ സഹോദരിയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ പാട്ടുപാടുന്നത് കേട്ടല്ലോ ഫാത്തിമ. ഫാത്തിമ പറയുന്നു, ഉമറേ, പാട്ടുപാടിയതല്ല, ഓതിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ പാരായണം ചെയ്തത്. ഉമർ പറയുന്നു, എനിക്കൊന്ന് ഓതിത്തരാറ്. നീ ആദ്യം പോയി ശുദ്ധിയായിട്ട് വരാ പറയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ അനുസരണയോടെ പോയി പടച്ചവനെ കൈകാലുകൾ ശുദ്ധീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോ ഫാത്തിമ ഓതിക്കൊടുത്തു, ത്വാഹ മാ അൻസൽനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹ എവിടെന്ന് പാരായണം ചെയ്യുകയാണ്. 3-4 ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോ ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഖുർആൻ ഇറങ്ങുകയാ. ഉമർ മിണ്ടാതെ ഇറങ്ങുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉമർ അവിടുന്ന് കടന്നു പോവുകയാണ്. ഉമർ വരുന്നത് കാണുമ്പോ സ്വഹാബത്ത് പേടിക്കുകയാ. സ്വഹാബത്ത് പേടിക്കുകയാ. ഉമർ വരുന്നത് കണ്ടപ്പോ എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതാ ഉമർ നടന്ന് നടന്ന് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ മഹാനായ സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹു തടയുകയാണ്. നിൽക്കുമറേ, നിൽക്കുമറേ, നീ അല്ലാഹുവിന്റെ റസൂലിനെ കാണാമെന്നതാണോ, മുസ്ലിമാകാമെന്നതാണോ? നിനക്ക് ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങി പോകാ. അല്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ല ഉമറേ, നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് മടങ്ങൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ ഭയന്നു പോയടോ, ഉമർ തങ്ങൾ ഭയന്നു പോയടോ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കയറി ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായിട്ടാണ് ഉമർ ഇറങ്ങിപ്പോകുന്നത്. എങ്ങനെയാ നന്നായത്? വഅദ് കേട്ടിട്ടല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിൽ പടച്ചവനെ വെളിച്ചം കിട്ടുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ മാറ്റം വരികയാണ്. അങ്ങനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഉപ്പമാരേ, നമ്മൾ ഒരുപാട് ഖുർആൻ കേൾക്കുന്നവരാ, നമ്മൾ ഒരുപാട് ഖുർആൻ കേൾക്കുന്നവരാ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. പക്ഷേ നമ്മൾ നന്നാകുന്നില്ല, നമുക്കൊരു മാറ്റം വരുന്നില്ല. നമ്മൾ അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ സർവ്വതും എന്റെ കാൽച്ചുവട്ടിലാണെന്ന് പറഞ്ഞു പടച്ച റബ്ബിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം കണ്ടാ സങ്കടം തോന്നുകയാണ്. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനം കണ്ടാ ഇവൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത പോലും ഇവനില്ലാതെ പോകുന്നല്ലോ. അവനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ പോലും അവൻ നാണം കെടുത്തുകയാണ്. പടച്ചവരെ, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയി പോയത്? ഉമ്മമാരേ, നിന്റെ പൊന്നാര മകൻ നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ. അവൻ നിന്നെ തല്ലാൻ വരികയാ, ചീത്ത പിടിക്കുകയാ, കണ്ണുനീര് കുടിപ്പിക്കുകയാ. സങ്കടത്തോടെ പറയുന്നു, അല്ലാ, എന്റെ പൊന്നുമോൻ എന്തേ ഇങ്ങനെ ആയി പോയത്? എന്റെ പൊന്നുമോളെന്തേ ഇങ്ങനെ ആയി പോയത്? എന്തെല്ലാം പറഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ സങ്കടമെന്ത്? ഉസ്താദേ, എന്റെ വാപ്പ എന്തേ ഇങ്ങനെ ആയി പോയത്? പ്രായമായല്ലോ, മുടി നരച്ചല്ലോ, രോഗങ്ങൾ വന്നല്ലോ, ഒരുപാട് മയ്യത്ത് കണ്ടല്ലോ, എന്നിട്ടും നന്നാകുന്നില്ലല്ലോ.
അല്ലാഹുവേ എന്തൊരു ജീവിതമാണെന്ന് വല്ലാതെ സങ്കടപ്പെടുന്നവര്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനായി പോയതെന്നറിയോ? എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഇവരുടെ തലയ്ക്കകത്ത് കേറുന്നില്ലടോ, അവര് നന്നാകുന്നില്ലടോ. അതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഖുർആനിനെ കളിയാക്കിയതാ വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ അതിനെ പരിഗണിച്ചില്ലല്ലോ, അതിനെ പരിഹസിച്ചല്ലോ, അതിനെ കളിയാക്കിയല്ലോ. ഇതൊക്കെ ഇവന്മാര് പിരിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഇതൊക്കെ കള്ളത്തരമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവരുണ്ടല്ലോ. സഹോദരാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഖുർആനിനെ പരിഗണിക്കാത്തത് കൊണ്ടാ. പായിപ്പാട് ജീവിക്കുമ്പോ പടച്ചവര് ഇവൻ എന്തേ അല്ലാ ഇങ്ങനെ ആയി പോയതെന്ന് തോന്നാറില്ല. അവൻ അങ്ങനെ ആകാനുള്ള കാരണം ഖുർആനിനെ പരിഗണിക്കാത്തതാ. അവനെ എഴുതി തെള്ളിയടോ പടച്ചറപ്പ്. വാപ്പാ, നിന്റെ മകനാണെങ്കിലും നിന്റെ ഭർത്താവാണെങ്കിലും നിന്റെ മകളാണെങ്കിലും നിന്റെ കൂടപ്പിറപ്പാണെങ്കിലും അല്ലാഹു അവനെ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി തെള്ളിയിരിക്കുകയാ. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടും പ്രയോജനമില്ല. അല്ലാഹു പറയുകയാണ്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവരുടെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര കരഞ്ഞാലും എന്തെല്ലാം കാണിച്ചു കൊടുത്താലും കൈവെള്ളയിൽ നീ സ്വർഗമെടുത്ത് കാണിച്ചാലും അവൻ നന്നാകില്ല. കാരണം അവന്റെ ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സീലി വെച്ചു. നിന്റെ മകന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര വാഴ പറഞ്ഞാല് കേൾക്കൂല, നിന്റെ മകള് കേൾക്കൂല, ആരെന്ത് പറഞ്ഞാലും അവര് കേൾക്കില്ല. ഫലമ്മാ സഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അവരുടെ ഹൃദയത്തിൽ ഇനി ഈമാനിന്റെ വെളിച്ചം കേറൂല. ആരൊക്കെ തലകുത്തി നടന്നാലും പറ്റൂല. അല്ലാഹു അവനെ എഴുതി തെള്ളിയിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങളെ നന്നാകണേ പെങ്ങള്, തലമറയ്ക്കണേ പെങ്ങള്, പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഏത് മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുന്നതാണ്. അവന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതാണ്. പടച്ചവരെ, ഫുളൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയോ? ഒരു പെണ്ണിനെ കണ്ട, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട, അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനമുണ്ടാകില്ല. അങ്ങനെ ജീവിച്ചവനാണ് ഫുളൈല്. കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല് ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. നീ അത്ര വലിയ ധൈര്യമുള്ളവനാണെങ്കിൽ അവളെ ഒന്ന് നീ കീഴ്പ്പെടുത്തടാ, അവളെ നീ ഒന്ന് പരാജയപ്പെടുത്തു. ഫുളൈൽ ഇബ്നു ഇയാദ് തയ്യാറാവുകയാണ്. ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടന്ന് തന്റെ മോഹങ്ങൾ പറയുകയാണ്. പക്ഷേ അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണായിരുന്നു. ഫുളൈൽ പറയുന്നത് കേൾക്കാതെ നടക്കുകയാണ്. അവസാനം നാണക്കേടായടോ, വല്ലാത്ത വാശിയായടോ. ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. റബ്ബേ, പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, ഒരു പ്രാവശ്യം എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് ഞാൻ. ഫുളൈലിന് ദേഷ്യമായി. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണ്. വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറി ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ആ
പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ ഫുളൈൽ ഇബ്നു ഇയാദ് ഇരിക്കുകയാണ്. പടച്ചവനെ, പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, കൈകാലുകൾ കൊണ്ടെന്നെ വിടുന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ഫുളൈൽ വല്ലാത്ത ആരോഗ്യവാനാണ്. ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ തയ്യാറാകുമ്പോ അതാ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരുമ്മ ഇവിടെ ഇരുന്നു കൊണ്ട്, തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തങ്ങ് കേട്ടപ്പോ നിലവിളിച്ചിരുന്ന പെണ്ണ് അനങ്ങുന്നില്ല. കൈകാലുകൾ കൊണ്ട് തെട്ടിമാറ്റിയ പെണ്ണിന്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ആ പെണ്ണ് നിശബ്ദയായിരിക്കുകയാ. ഫുളൈൽ ചോദിക്കുന്നു, പെണ്ണേ, നീ സമ്മതിച്ചതാണോ? നീ സമ്മതിച്ചതാണോ? ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, ഒരുപാട് വ്യഭിചരിച്ചില്ലേ, ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേ? അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ?